അംബാസഡർ രാജാവായി വാണ കാലത്ത് അതേ കുടുംബത്തിൽ നിന്ന് രാജാതിരാജനായി നിരത്തി ഭരിച്ച ഇന്ത്യയുടെ സ്വന്തം ലക്ഷറി കാറാണ് കോണ്ടസ. കാറുകൾ തന്നെ വിരളമായിരുന്ന കാലത്ത് ആഡംബരത്തിന് പുതിയ മാനങ്ങൾ നൽകിയെത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ മസിൽ കാർ രാഷ്ട്രീയക്കാർക്കും ബിസിനസ്സുകാർക്കുമൊക്കെ അന്തസ്സിന്റെ അടയാളമായിരുന്നു. മലയാളത്തിലെ ഹിറ്റ് സിനിമയായ ചന്ദലേഖയിൽ മുഖം കാണിച്ചില്ലെങ്കിലും ഒരു സുപ്രധാന റോൾ കൈകാര്യം ചെയ്തിരുന്നു. ഇന്ത്യയിലെ കോണ്ടസയുടെ കഥ തുടങ്ങുന്നത് 1984 83,500 രൂപയിൽ വിപണിയിലെത്തിയ ആദ്യ വെർഷൻ 1.5 ലിറ്റർ പെട്രോൾ ആയിരുന്നു. പവർ കുറവായിരുന്നതിനാൽ പിന്നീട് അപ്ഗ്രേഡ് ചെയ്ത് 1.8 ലിറ്റർ പെട്രോൾ, 1.8 ലിറ്റർ ഡീസൽ, 2 ലിറ്റർ ഡീസൽ, ടർബോ ഡീസൽ എന്നിവയെല്ലാം വന്നു. ഒന്ന് പണിഞ്ഞിറക്കിയാൽ നിരത്തു വാഴാൻ ഉതകുന്ന രൂപമാണ് ഈ പഹയന്. 90കളുടെ അവസാനത്തിൽ പല കമ്പനികളും എത്തിയതോടെയാണ് കോണ്ടസയുടെ പ്രതാപകാലത്തിന് അവസാനമായത്. പല കാരണങ്ങൾ കൊണ്ട് വിൽപ്പന കുറഞ്ഞപ്പോൾ 2002 വിപണി വിട്ടു. വർഷങ്ങൾക്കിപ്പുറം യുവതലമുറയിൽ പലരും ഈ വാഹനത്തെ ഇപ്പോഴും പ്രണയിക്കുന്നു. പല കല്യാണങ്ങൾക്കും വധൂവരന്മാർക്കായി ഇപ്പോഴും കോണ്ടസ അണിഞ്ഞൊരുങ്ങിയെത്തുന്നു. ഇപ്പോഴും ആ രാജകീയ വരവ് കണ്ടാൽ ഞാൻ നോക്കി നിൽക്കാറുണ്ട്. നിങ്ങളിൽ പലരും ചെയ്യാറുണ്ട് എന്നത് തന്നെയാണ് വാസ്തവം.